ഈ ഇൻവെസ്റ്റ് കേരളയുടെ ഈ ഒരു സമിറ്റ് എത്രത്തോളം സംരംഭകർക്ക് ഉപകാരപ്രദമായിട്ട് മാറി? അല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് എപ്പോഴും സംരംഭകർക്ക് നല്ലത് തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ വന്നിരിക്കുന്ന ഇൻട്രാക്ഷൻസൊക്കെ പ്രതീക്ഷയോടുകൂടിയാണ് സംരംഭകർ നോക്കുന്നത്. ഗവൺമെൻറ് അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും പ്രതിപക്ഷത്തിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. ഈ കൂടുതൽ സംരംഭകരെ ആകർഷിക്കാൻ ഇപ്പോൾ കേരളത്തിന് സാധിക്കുന്നുണ്ടോ? കേരളത്തിൽ സാധിക്കും. ഇപ്പം ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ ടെക്നോളജി ചേഞ്ച് നമുക്ക് അനുയോജ്യമായ വ്യവസായങ്ങളുടെ സാധ്യതകൾ കൂട്ടിയിട്ടുണ്ട്. IT, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് രംഗങ്ങളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യത കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റിലൊക്കെ വരുന്ന പ്രപ്പോസൽസ് പ്രാവർത്തികമാക്കാൻ കഴിയും, സംശയമില്ല. എങ്കിലും ഇപ്പം കേരള സർക്കാർ ഈ സംരംഭകരെ ആകർഷിക്കുന്നതിലടക്കം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് സാഹിബിന് തോന്നുന്നു. പെർസെപ്ഷൻ മാറരുത്, പെർസെപ്ഷൻ വീണ്ടും പഴയപടി ആവരുത്, അത്രയേ ഉള്ളൂ. പോയിക്കോട്ടെ. ശ്രദ്ധിക്കണം തോന്നുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? അല്ല, ശ്രദ്ധിക്കേണ്ടത് തന്നെ ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിലൊക്കെ ഉള്ള കുഴപ്പങ്ങൾ ഉണ്ടാവരുത്. അല്ല, 2001 സബ്മിറ്റും അതുപോലെ തന്നെ 2013 സബ്ജക്റ്റും, അതായത് ആൻ്റണി ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഒക്കെ ഉണ്ടായിരുന്ന സബ്മിറ്റുകൾ, ആദ്യത്തേത് വാജ്പേയി ഉദ്ഘാടനം ചെയ്തതാണ്, രണ്ടാമത് മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തതാണ്. ഇവൻറ്റുകളൊക്കെ വൻ സംഭവങ്ങൾ തന്നെയായിരുന്നു. വന്ന പ്രപ്പോസൽസൊക്കെ അതുപോലെ തന്നെ വളരെ നല്ല പ്രപ്പോസൽസ് ആയിരുന്നു. ഇതും അതേപോലെ തന്നെ നല്ല ഇവൻ്റ് തന്നെയാണ്. വന്ന പ്രപ്പോസലുകളൊക്കെ വളരെ നല്ലതാണ്. അത് എത്രത്തോളം പ്രാക്ടിക്കലാക്കാൻ കഴിയുമെന്നാണ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ കാലങ്ങളിൽ വന്ന പ്രപ്പോസൽസ് എത്രയോ പ്രാവർത്തികമായി. 2001 ആണ് IT രംഗത്ത് ഇപ്പോൾ കാണുന്ന ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ വന്നത്. ഇൻഫോ പാർക്കും അതേപോലെ തന്നെ മറ്റ് പലതും, മെട്രോ, അതുപോലെ പലതും വന്നത് ഇപ്പോൾ എടുത്തു കാണിക്കാനാണെന്ന് ധാരാളമുണ്ട്. ഞാൻ 91 കാര്യം പറഞ്ഞു, കിൻഫ്ര. ഇപ്പോൾ ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും അധികം വ്യവസായങ്ങൾ വരുന്നത് കിൻഫ്ര പാർക്കുകളിലാണ്. അത് ഇതുപോലെയുള്ള ശ്രമങ്ങളുടെ ഫലമായി വന്നതാണ്. അപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉള്ള ഇവൻറ്റുകളും ശ്രമങ്ങളും ഒക്കെ ഫലം ചെയ്തിട്ടുണ്ട്. 2011 ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ കേരളത്തിൽ മാറ്റങ്ങളുണ്ടായി. ഈ ഇവൻറ്റും അതുപോലെ സമയമെടുക്കും. നമ്മൾ നാളെ തന്നെ 2 ദിവസം കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്തായി MOU, ഞങ്ങളുടെ കാലത്തിൽ കോടിക്കണക്കിന് രൂപയുടെ MOU സൈൻ ചെയ്തിരുന്നു. അതിൽ എത്രയോ മെച്യൂർ ചെയ്തു. അതേപോലെ തന്നെ എത്രയോ ഇപ്പോൾ പകുതി വഴിയിൽ ആയതുണ്ട്, ഇനി മെച്യൂർ ചെയ്യാനുള്ളതുണ്ട്. അതേ പ്രപ്പോസൽ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇപ്പോൾ കാണുന്നില്ല ലുലു ഗ്രൂപ്പ്, നമ്മൾ നിൽക്കുന്ന ലുലു, പിന്നെ മാള്, അതുപോലെ തന്നെ ഹോട്ടൽ, അതുപോലെ തന്നെ കൺവെൻഷൻ സെൻറ്ററുകൾ, ഇതൊക്കെ പഴയ ആ കാലത്ത് നടന്നതല്ലേ. ഇപ്പോൾ ഇവിടെ സൈൻ ചെയ്യുന്നതും അത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ സംഭവിച്ചോളും, നമ്മൾ നെഗറ്റീവായിട്ട് കാണണ്ട. ഞങ്ങളുടെ കാലത്ത് സൈൻ ചെയ്ത പ്രോജക്റ്റുകൾ എത്രയോ ഇപ്പോൾ കേരളത്തിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ലുലു മാളുകളും പിന്നെ ആസ്ട്രും അതുപോലെ തന്നെ അനവധി പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ 1.5 വലിയ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആ തരത്തിൽപ്പെട്ടതാണ്. ആ തരത്തിൽപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതാണല്ലോ കേരളത്തിലുണ്ടായ മാറ്റം. അപ്പോൾ ഞാൻ 91 മിനിസ്റ്ററായിരിക്കുന്ന സമയത്ത് 91 വന്ന ഏറ്റവും എടുത്തു പറയേണ്ട ലോകത്തിന് മാതൃകയായ ഒരു PPP പ്രോജക്റ്റാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അത് ഇതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്, ഇൻവെസ്റ്റേഴ്സിനെ ഡയറക്ടറാക്കി കൊണ്ടുവന്നതാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, PPP മോഡൽ. ഇതൊക്കെ കേരളത്തിൽ നടന്ന കാര്യങ്ങളാണ്. 2001 ജിമ്മിലും പിന്നീട് UDFിൻ്റെ കാലത്ത് നടന്ന എമർജിംഗ് കേരള, ഈ 2 ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന കുറേ പ്രോജക്റ്റുകളെ അന്നത്തെ പ്രതിപക്ഷം എതിർത്തിരുന്നു. ഇപ്പം UDF സ്വീകരിക്കുന്ന നിലപാട് അന്ന് പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ കുറച്ചും കൂടി നമ്മൾ എവിടെയോ എത്തുമായിരുന്നു. അത് നമ്മൾ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഞാനിന്ന് ഈ വേദിയിൽ എൻ്റെ പ്രസംഗത്തിലും പറഞ്ഞു. അതായത് 2001 ജിമ്മിൽ ആൻ്റണി കാലത്ത് വന്ന ആ പ്രോജക്റ്റുകൾ നമ്മൾ അതേ സ്പീഡിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഉദാഹരണമായിട്ട് നോക്കിയാൽ നമ്മൾ എഡ്യൂക്കേഷൻ പ്രൈവറ്റിന് വേണ്ടി ഓപ്പൺ ചെയ്തപ്പോൾ എത്ര എഞ്ചിനീയറിംഗ് കോളേജുകളാണ് വന്നത്, എത്ര മെഡിക്കൽ കോളേജുകളാണ് വന്നല്ലോ, കേരളത്തിലുണ്ടല്ലോ. അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയാണ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നത്?
ഇപ്പം നമ്മൾ പറയുന്നുണ്ടല്ലോ എല്ലാ മെഡിക്കൽ ആസ്ട്രോ അതും ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതിനെ തുടർന്നല്ലേ വന്നത്. അന്നത്തെ പിന്നെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ വന്ന പ്രപ്പോസലാണ് എഡ്യൂക്കേഷൻ ഓപ്പൺ ചെയ്യണം എന്നുള്ളത്. ഓപ്പൺ ചെയ്തു, എതിർപ്പുണ്ടായി. പക്ഷെ അന്ന് പ്രതിപക്ഷത്തു നിന്ന് ആ സഹകരണം കിട്ടിയിരുന്നില്ല. അതൊരു വസ്തുതയാണ്. അത് അവർക്കും അഡ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ആ കാലത്ത് ആ ഒരു കൾച്ചർ ഉണ്ടായിരുന്നില്ല. ഐ ടിക്ക് പോലും ടെക്നോ പാർക്ക്, പ്രൈവറ്റ് ടെക്നോ പാർക്ക് ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ ധാരാളം വന്നപ്പോൾ ഇവിടെ അതേ സ്പീഡിൽ വന്നില്ല. അത് അന്നത്തെ പ്രതിപക്ഷം അതിന് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾ പക്ഷെ സപ്പോർട്ട് കൊടുത്തിരുന്നു. അപ്പോഴേക്ക് പിന്നെ ഡിലേ ആയി. അതാണുള്ളത്. ഇപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സൈൻ ചെയ്ത MOUs ഒക്കെ മെച്യൂർ ചെയ്യട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. ഇപ്പോൾ ഈ പ്രതിപക്ഷം കാണിക്കുന്ന അതേ സ്നേഹം അടുത്ത് ഇവർ പ്രതിപക്ഷത്ത് വന്നാൽ ഉണ്ടാകണമെന്നുള്ളൊരു പ്രതീക്ഷ വെക്കുന്നുണ്ടോ? അല്ല, ആ പ്രതീക്ഷ തീർച്ചയായിട്ടും വെക്കുന്നുണ്ട്. കാലം കുറേ മാറി. എല്ലാ കാലത്തും അവർക്ക് ആ നിലയ്ക്ക് നിൽക്കാൻ കഴിയില്ല. ചൈന കാണുന്നില്ലേ, അതേ ഇസം പറഞ്ഞു വന്നതാണല്ലോ. ഇപ്പോൾ ഇസം പറഞ്ഞിരിക്കണില്ലല്ലോ, ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോവല്ലേ. ഇനി പഴയ ഗിയറിലിട്ട് പോകാൻ കഴിയില്ല. ഇനി മുന്നിലേക്ക് തന്നെ പോകേണ്ടി വരും അവർക്കും, അല്ലാതെ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ഇസം പറഞ്ഞിരിക്കേണ്ട കാലം കഴിഞ്ഞു എന്ന് എല്ലാവരും അവർക്കും മനസ്സിലായിട്ടുണ്ട്. ശരി ശരി, താങ്ക് യു.